ഞാനൊരു 15 വർഷമായി ഒരു ഷുഗർ പേഷ്യൻ്റാണ്. പല മരുന്നുകൾ, ഇംഗ്ലീഷ് മരുന്ന് ധാരാളം അനുഭവിച്ചു. അവസാനം അത് ഇൻസുലിൻ എത്തി. രാവിലെ 30, വൈകുന്നേരം 25. ഈ തോതിൽ ഉച്ച സമയത്ത് ഒരു ഗുളികയും. ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഈ ഷുഗറിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇത്രയധികം മരുന്ന് ഞാൻ ഉപയോഗിക്കേണ്ട സ്ഥിതിയിലായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്താണ് സതീഷിനെ പരിചയപ്പെടാനിടയായത്. ഇങ്ങനൊരു ഐ-കോഫി എന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാനിടയായത്. ആദ്യം സംശയം തോന്നി, പല പ്രോഡക്റ്റുകൾ ലോകത്തിലുണ്ടല്ലോ, കളിപ്പിക്കുന്ന പ്രോഡക്റ്റുകളൊക്കെ ആണോ എന്നുള്ളതിൽ സംശയം തോന്നിയെങ്കിലും ഇത് ഒരു പാക്കറ്റ് വാങ്ങുവാനായി തീരുമാനിച്ചു. ആ ഒരു പാക്കറ്റിൽ ഞാൻ 16ാമത്തെ ദിവസമാണ്. ഈ 16 ദിവസം കൊണ്ട് എനിക്ക് 40 പോയിൻ്റ് ഇൻസുലിൻ കുറയ്ക്കുവാൻ സാധിച്ചു. 40 പോയിൻ്റ് ഇൻസുലിൻ കുറയ്ക്കുക മാത്രമല്ല, എൻ്റെ ശരീരത്തിന് ആ പഴയ ഓജസ് എനിക്ക് വീണ്ടും തിരിച്ചു കിട്ടുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടാനിടയായി. എൻ്റെ ശരീരം സാധാരണ ഷുഗർ പേഷ്യൻ്റായ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമുണ്ട്. വിശന്നു പോയാൽ അവർക്ക് വിറവരും. ഇൻസുലിൻ ശരീരത്തിൽ കൂടുതലായി ഇൻസുലിൻ ഇല്ലാതെ വരുമ്പം അവർക്ക് ക്ഷീണം വരും, ഭയങ്കര ക്ഷീണം വരും. ഈ അവസ്ഥയിൽ നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളെയും, ആന്തരാവയവങ്ങളെ അത് ബാധിക്കുകയും നമ്മുടെ ശരീരം ടയർഡായി തീർക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഒരു ഷുഗർ പേഷ്യൻ്റിനുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ എൻ്റെ ഈ ചുരുങ്ങിയ നാളുകളിൽ, ഈ 15 ദിവസങ്ങൾ കൊണ്ട് തന്നെ എൻ്റെ ശരീരത്തിന് വ്യക്തമായ വ്യത്യാസം എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം 3 മണിക്കാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചത്. 1.5 മണിക്കൂറിനുള്ളിൽ ഭക്ഷണം കഴിക്കുന്ന ആളാണ്. പക്ഷേ എന്നിട്ടും എനിക്ക് വിറ വന്നില്ല. മാത്രമല്ല, ഞാൻ ഓരോ ദിവസവും ഷുഗർ നോക്കിയപ്പോൾ ഇതിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നത് ഷുഗർ മാനേജ്മെൻറ്റാണ്. ഷുഗറിനെ മാനേജ് ചെയ്യുക എന്നുള്ളത്, നിയന്ത്രിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മാനേജ്മെൻറ്റ് എന്താണെന്ന് മനസ്സിലായി. എൻ്റെ ഷുഗർ പോയിൻ്റ് 100-ന് താഴെയും 80-ന് മേലെയും, 100-ന് താഴെയും 80-ന് മേലെയും, ഭക്ഷണം കഴിച്ചതിന് ശേഷം നോക്കുന്ന 112, 115 വരെ എത്തുന്ന സ്ഥിതി മാത്രമേ കാണുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ 15 കൊല്ലത്തിനിടയ്ക്ക് ആ പോയിന്റിൽ നിർത്താൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഒന്നിന് താഴേക്ക് പോകും, അല്ലെങ്കിൽ മേലേക്ക് പോകും. 140-ന് താഴെ കുറഞ്ഞ സംഭവം ഞാൻ ഭക്ഷണം